തറവാട്ടിലെ ദുർമരണത്തിന്റെ കാരണം കണ്ടെത്താൻ പടിയേറ്റിന് മുമ്പ് പ്രശ്നം വയ്ക്കാൻ ഭട്ടതിരിയോട് നിർബന്ധപൂർവം വീട്ടിലേക്ക് വരാൻ പറയുന്ന മുത്തശ്ശി. അയാൾ തറവാട്ടിലേക്ക് വരാതിരിക്കാൻ ദക്ഷയ്ക്ക് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഭട്ടതിരി തറവാട്ടിലേക്ക് വരുന്നു. ഈ തറവാട്ടിലെ ഒരു പെൺകുട്ടി സ്വപ്നദർശനം കണ്ടിട്ടുണ്ടെന്നും അവൾ അത് മറച്ചു വെച്ചിരിക്കുകയാണെന്നും പറയുന്ന ഭട്ടതിരി. സ്വപ്നം കണ്ടയാൾ ആ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ തറവാട്ടിൽ പല ദുരന്തങ്ങളും ഇനിയും സംഭവിക്കുമെന്ന് പറയുന്ന ഭട്ടതിരി. അത് കേട്ട് ഞെട്ടുന്ന വൈഷ്ണവി. വൈഷ്ണവിയുടെ ഈ പെരുമാറ്റം ശ്രദ്ധിക്കുന്ന ഉണ്ണി. ഇനി തുടർന്ന് കാണുക. എന്താ വൈഷ്ണവി, എന്തു പറ്റി? ഒന്നുമില്ല ഉണ്ണിയേട്ടാ. പിന്നെന്താ കണ്ണറിഞ്ഞിരിക്കുന്നത്? അത് കരട് പോയതാ ഉണ്ണിയേട്ടാ. എന്താ ഏട്ടനും അനിയത്തിയും തമ്മിലൊരു വർത്തമാനം? എന്താ വൈഷ്ണവി കണ്ണ് കലങ്ങിയിരിക്കുന്നത്? അത് തന്നെയാ ഉണ്ണിയേട്ടനോട് ഞാൻ പറഞ്ഞത്. കണ്ണില് കരട് പോയതാ. കരട് പോയാ കണ്ണ് കലങ്ങും. എന്താ അതും പാടില്ലാന്നുണ്ടോ? കണ്ടിട്ട് കണ്ണില് കരട് പോയതാന്ന് തോന്നുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കെ. എനിക്കിത്തിരി സമാധാനം താ. എനിക്കൊരു കുഴപ്പമില്ല. കണ്ണില് കരട് പോയത് തന്നെയാ. അല്ല വൈഷ്ണവി, നിന്റെ കണ്ണിൽ കരട് പോയതാന്ന് നീ പറയുമ്പോഴല്ലേ അറിയുന്നത്? അല്പം മുമ്പ് മുത്തശ്ശി പറഞ്ഞല്ലോ സ്വപ്നദർശനം മറച്ചുവെച്ചാലുണ്ടാവുന്ന ദോഷങ്ങളെപ്പറ്റി. നീ കരഞ്ഞപ്പോ ഇവര് തെറ്റിദ്ധരിച്ചതാ നീയാണ് സ്വപ്നദർശനം കണ്ടതെന്നും അക്കാര്യം മറച്ചുവെച്ചതുകൊണ്ടുള്ള വിഷമം കാരണം കണ്ണ് നിറഞ്ഞതാന്നൊക്കെ. ഒന്ന് പോകുന്നുണ്ടോ? വെറുതെ ഓരോന്ന് ഊഹിച്ചു കൂട്ടണ്ട. ഞാൻ ഊഹിച്ച കാര്യമല്ല, ഇവരൂഹിച്ച കാര്യം ഞാൻ പറഞ്ഞത്. ഞങ്ങളൊന്നും ഊഹിച്ചിട്ടില്ല. നാഗമഠത്തെ ഏതെങ്കിലും ഒരു പെൺതരി ആ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ അന്തസ്സോടെ തുറന്നു പറഞ്ഞിരിക്കും എല്ലാരോടും. മറച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. നാഗമഠത്തെ പൂജാരിണി ആവാന്ന് വെച്ചാ അതൊരു പുണ്യമാണ്. 1000 പേരിൽ ഒരാൾക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു അപൂർവ അവസരം. വൈഷ്ണവി അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. താനായിട്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴി ഒരുക്കണ്ട. എന്താ വസുമതി ഒരു വല്ലായിക? ഒന്നുമില്ല. വെറുതെ നുണ പറയല്ലേ വസുമതി. നിക്കറിയില്ലേ ഇല്ലത്തെ ഓരോ കാര്യങ്ങളും. നിന്റെ മുഖത്തും ഉള്ളില് നല്ല ദുഃഖമുണ്ട്. എന്താന്ന് വെച്ചാ പറയാ, പരിഹാരം ഉണ്ടാക്കാ എല്ലാത്തിനും. ഞാൻ ഉണ്ണിയുടെ അച്ഛന്റെ കാര്യം ഒന്ന് ഓർക്കുമായിരുന്നു. പരമസാത്വികനും നല്ലവനും സ്നേഹമുള്ള ആളായിരുന്നല്ലോ ഉണ്ണിയുടെ അച്ഛൻ. പക്ഷേ വിധി മറ്റൊന്നായി പോയില്ലേ? ഒന്നും ഓർമ്മപ്പെടുത്തണമെന്നില്ല. ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. എത്ര കാലം, എത്ര വർഷം, എത്ര മണിക്കൂർ, എത്ര വിനാഴിക ഇവിടെ ജീവിച്ചിരിക്കണമെന്നൊക്കെ. കർമ്മകാണ്ഡം കഴിയുമ്പോ പോവുക തന്നെ ചെയ്യും. അത് ഞാനായാലും ആരായാലും. വല്ലാത്ത ആദിയില്ല ഞാൻ. ഉണ്ണിയുടെ അച്ഛന്റെ ഗതി തന്നെയാവോ നമ്മുടെ ഉണ്ണിക്കും? ദേവി, വേലി കഴിച്ച ആള് നഷ്ടപ്പെട്ട ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല. ആകെയുള്ള ആശ്വാസം ഉണ്ണി കൂടിയുള്ളതാ. നിഷേധിയും താന്തോന്നിയൊക്കെ ആണെങ്കിലും മകനൊപ്പുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസം മാത്രം എനിക്കുള്ളത്. ആ ഉണ്ണിക്കും അച്ഛന്റെ ഗതി തന്നെയാവോന്നൊരു ഭീതി. വസുമതി, വേണ്ടാത്തൊന്നും നീ നിരീക്കണ്ട. അമ്മായി വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. തറവാട്ടിൽ ഒരു പെൺസന്തതി സ്വപ്നദർശനം കണ്ടിട്ടുണ്ടെന്നല്ലേ മേലേടം പറഞ്ഞത്?
സ്വപ്നം കണ്ട വ്യക്തി അത് തുറന്നു പറയാതിരിക്കുന്ന കാലം വരെ മൂത്ത അന്തരി എന്ന നിലയിൽ ഉണ്ണിക്കും ആപത്തുണ്ടാവില്ലേ? ആ ആശങ്ക നന്നായിട്ടുണ്ട് എനിക്ക്. എന്റെ ഉണ്ണി അവനൊന്നും പറ്റില്ലേന്ന് എന്റെ പ്രാർത്ഥന. സ്വപ്നദർശനം ലഭിച്ചവര് അത് തുറന്നു പറയാനുള്ള സന്മനസ് കാണിക്കണമെന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന മുഴുവൻ. യഥാർത്ഥത്തിൽ പടിയേറ്റിന് മുമ്പേ കാണേണ്ടതുള്ള വിധിപ്രകാരമുള്ള സ്വപ്നദർശനം ഒരാൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കണ്ടവർ അത് മറച്ചുവച്ചിരിക്കുന്നു. ഇല്ലത്തെ ആരോ ഒരാൾ. ആ വ്യക്തി ആ സത്യം തുറന്നു പറയണം. അത് തുറന്നു പറയാത്ത പക്ഷം ആ സ്വപ്നം കണ്ട വ്യക്തിക്കോ ഈ ഇല്ലത്തുള്ള ആന്തരിക്കോ നാഗദംശനമേക്കാനുള്ള സാധ്യത വരെ പ്രശ്നവശാൽ കാണുന്നു. മൂത്ത അന്തരി എന്ന നിലയിൽ ഉണ്ണിക്കും ആപത്തുണ്ടാവില്ലേ? ആ ആശങ്ക നന്നായിട്ടുണ്ട് എനിക്ക്. എന്റെ ഉണ്ണി അവനൊന്നും പറ്റില്ലേന്ന് എന്റെ പ്രാർത്ഥന. എന്താ വൈഷ്ണവിയുടെ മുഖത്തൊരു ദുഃഖഭാവം? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, അത് ദക്ഷിണയ്ക്ക് തോന്നിയതാ. അല്ല, എനിക്ക് തോന്നിയതല്ല, സത്യാ ഞാൻ പറഞ്ഞത്. എന്തോ ഒന്ന് തന്റെ മനസ്സിൽ കിടന്ന് വീർപ്പം മുട്ടുന്നുണ്ട്, ഉറപ്പ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഒരു സംശയമാണ്, ആ സ്വപ്നദർശനം കിട്ടിയത് വൈഷ്ണവിക്ക് തന്നെയാണോ? നാഗമഠത്തെ പൂജാരിണിയെ ജീവിതം ഒഴിഞ്ഞുവെക്കാൻ മനസ്സിലാത്തോണ്ട് സ്വപ്നദർശനം മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിച്ചു വച്ചതിന്റെ കുറ്റബോധം കൊണ്ടാണോ ഈ സങ്കടഭാവം? താൻ അനാവശ്യമൊന്നും പറയണ്ട. ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടില്ല. താൻ ഊഹിച്ച് ഓരോന്നുണ്ടാക്കി പറയണ്ട. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും ദേഷ്യം വന്നോ? എനിക്കറിയാം, വൈഷ്ണവിയാണ് സ്വപ്നം കണ്ടതെങ്കിൽ ആ നിമിഷം ഇല്ലത്തുള്ളവരെ നാട്ടുകാരെയും അത് തീർച്ചയായും അറിയിച്ചിരിക്കുന്നു. നാഗമഠത്തെ കുട്ടികൾ കള്ളത്തരം പറയില്ലല്ലോ. ഒരുപക്ഷെ സ്വപ്നദർശനം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ മേലെടുത്ത് ഭട്ടതിരിക്ക് തെറ്റുപറ്റിയതാവാം. അതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാനാണ് സാധ്യത. സ്വപ്നദർശനം കിട്ടിയാൽ അത് പറയാതിരിക്കുന്നത് ആ ആൾക്ക് വല്ല പ്രണയവും മറ്റോ ഉണ്ടായതുകൊണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ പവിത്രമായ പൂജാരിണി സ്ഥാനം ഏറ്റെടുക്കാനുള്ള ഭയം കൊണ്ടായിരിക്കും. താൻ എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ച് പറയുന്നേ? എനിക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. സ്വപ്നദർശനം വെളിപ്പെടുത്താത്ത ആൾക്കും നാഗമഠത്തെ ആണ്ടരിക്കും നാഗദംശനം വരെ ഉണ്ടായേക്കാവുന്നല്ലേ പറയുന്നത്. പാവ ഉണ്ണിയേട്ടൻ
സ്വപ്നദർശനം മറച്ചുവെക്കുന്ന കാര്യത്തിന്റെ പേരിൽ ഉണ്ണിയേട്ടനൊരു ആപത്ത് വരാവുന്ന സ്ഥിതിയാ കഷ്ടം. പടിയേറ്റം കാണാമെന്ന അതിയായ ആഗ്രഹത്തോടെ വന്നതാ. ഇതിപ്പോ ദുർമരണങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ഓർത്താ എന്റെ പേടി. വിശ്വാസത്തിന്റെ പേരിലല്ല, മേലേടം പറഞ്ഞതെങ്ങാനും ശരിയാണോന്നറിയാൻ വൈഷ്ണവിയുടെ ജാതകം എടുത്തൊന്ന് പരിശോധിച്ച് നന്നായിരിക്കും. മേലേടം തന്നെയാണല്ലോ ഇല്ലത്തെ എല്ലാ മക്കളുടെയും ജാതകം ഗണിച്ചിട്ടുള്ളത്. അതിൽ വലുതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വലുതും ഉണ്ടെങ്കിൽ വൈഷ്ണവിക്കൊന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇത് വൈഷ്ണവിയുടെ ജാതകക്കെട്ടല്ലേ? എന്തിനാ ഇത്? ജാതകത്തിലും ജ്യോതിഷത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ഉണ്ണിയേട്ടൻ ഇപ്പൊ ഇതെടുക്കാൻ എന്താ കാരണം? കത്തിച്ചു കളയാനാണോ? ഏയ്, കത്തിച്ചു കളയാനാകില്ല. ഇനിയിപ്പോ സ്വപ്നദർശനം കണ്ടത് വൈഷ്ണവിയാണെന്നെങ്ങാൻ ഉണ്ണിയേട്ടന് തോന്നിയിട്ടാണോ? ഏട്ടനല്ലേ, അപ്പൊ മുൻകരുതലും സ്നേഹക്കൂടുതലൊക്കെ ഉണ്ടാവൂല്ലോ. വൈഷ്ണവിയുടെ ജാതകത്തില് അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടോന്ന് അറിയാനായിരിക്കും ഉണ്ണിയേട്ടന്റെ ശ്രമം. വൈഷ്ണവി ആയാലും അതല്ല മറ്റാരെങ്കിലും ആയാലും സംഗതി മറച്ചുവെച്ചതിന് നാഗശാപം ഏൽക്കേണ്ടി വരുന്നത് ഉണ്ണിയേട്ടനും കൂടിയാണല്ലോ. ദക്ഷിണ അധികം ആലോചിച്ചു കൂട്ടണ്ട. ഉണ്ണിയേട്ടനെ ഭയപ്പെടുത്താനും നോക്കണ്ട. സ്വപ്നദർശനം കിട്ടിയവരെ ഉടനെ അറിയിക്കുക തന്നെ ചെയ്യും. പടിയേറ്റം നടക്കും. ഇല്ലത്തുള്ള ഒരാൾക്കോ ഒരാപത്തും വരില്ല. മുത്തശ്ശിയും മേലേടം ഭട്ടതിരിയും പറഞ്ഞതൊക്കെ രേണുവെടുത്തേയും കേട്ടതല്ലേ? മുത്തശ്ശി അത്ര അച്ചട്ടായി പറഞ്ഞ സ്ഥിതിക്ക് സ്വപ്നദർശനം മറച്ചുവെച്ചതാരോ ആ ആൾക്ക് നാഗകോപം വരിക തന്നെ ചെയ്യും. ദുർമരണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? ദുർമരണം, സ്വപ്നദർശനം, മേൽ ഇതുപോലുള്ള വാക്കുകളോടെ പറഞ്ഞേക്കരുത്. ദുർമരണമെന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ണി നമ്പൂതിരിക്ക് ഭയമാ. ദുർമരണങ്ങൾ നടക്കുക തന്നെ ചെയ്യും. നാഗമടത്ത് പലരും മരിച്ചു വീഴും. അതിനാണ് ദക്ഷകി ഇവിടെ വന്നിരിക്കുന്നത്. ദക്ഷകി അത് നിർവഹിച്ചിട്ടേ മടങ്ങൂ. എന്റെ ഉണ്ണി, അവനൊന്നും പറ്റല്ലേന്ന് എന്റെ പ്രാർത്ഥന. സ്വപ്നദർശനം ലഭിച്ചവര് അത് തുറന്നു പറയാനുള്ള സന്മനസ് കാണിക്കണമെന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന മുഴുവൻ.
നാഗമ്പടത്തെ പരദൈവങ്ങളെ, മേലടം പറഞ്ഞതുപോലൊന്നും സംഭവിക്കരുത്. ദേവപ്രശ്നവിധിയിൽ ആ സ്വപ്നം കണ്ടയാൾ അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതികാരം അരുത്. ഇല്ലത്തുള്ളവരുടെയോ നാഗമഠത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെയോ ജീവനൊരാപത്തും വരുത്തരുത്. ആരെങ്കിലും ആര് ദയമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളവളെ ശിക്ഷിച്ചോളൂ. എന്റെ ജീവൻ തന്നെ എടുത്തോളൂ. എന്റെ കുട്ടികളുടെ ജീവന് വേണ്ടി മുതിരരുത്. അപേക്ഷയാണിത്. ദക്ഷകിയെ നാഗപ്പറ്റിൽ ബന്ധിച്ച് നാഗമഠത്തെയും നാടിനെയും സംരക്ഷിച്ചു പോരുന്ന നാഗദേവിയുടെ കൃപ ഇനിയും ഈ കുലത്തിലുണ്ടാവണേ. കാത്തോളണേ ദേവി. ദക്ഷക് ഇപ്പോഴും നാഗപ്പറ്റിൽ ബന്ധിക്കപ്പെട്ട് മുത്തശ്ശിങ്കാവിൽ തന്നെ ഉണ്ടെന്ന നാഗമടത്തമ്മ ധരിച്ചിരിക്കുന്നത്. വൈകാതെ എല്ലാം മനസ്സിലാവും. ഇനി ഒരു നാഗദൈവങ്ങൾക്കും ഇല്ലത്തുള്ളവരെ രക്ഷിക്കാനാകില്ല. തുടർമരണങ്ങൾ തുടങ്ങാൻ പോവുന്നതേയുള്ളൂ. ഉണ്ണിയേട്ടൻ എന്താ ഇത്രയ്ക്ക് ആലോചിച്ചു കൂട്ടുന്നേ? എനിക്ക് മനസ്സിലായി, മേലേടം പറഞ്ഞതൊക്കെയല്ലേ ചിന്തിച്ചു കൂട്ടുന്നേ. ഉണ്ണിയേട്ടൻ പേടിക്കൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ കലാശിക്കും. സ്വപ്നദർശനം കണ്ടവരത് തുറന്നു പറയാതിരിക്കില്ല. തുറന്നു പറയില്ല. അതെങ്ങനെ ഉണ്ണിയേട്ടനറിയാം? എന്തിനാ പറയുന്നേ? സ്വപ്നം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് തുറന്നു പറയാനുള്ള അവസ്ഥയാണെങ്കിലല്ലേ പറയുള്ളൂ. ഉണ്ണിയേട്ട അരുതാത്തൊന്നും പറയാതെ. നാഗകോപം ഉണ്ടാവും. ഉണ്ടാവട്ടെ. പക്ഷേ പാമ്പ് കടിയേറ്റ് ഇനി ഈ ഇല്ലത്ത് ഒരാളും മരിക്കില്ല. അതെങ്ങനെ ഉണ്ണിയേട്ടന് പറയാനൊക്കും? ആ വരട്ടെ, കൊത്തിക്കൊല ഇങ്ങോട്ട് വരട്ടെ. അപ്പ കാണാം എന്താ ഉണ്ടാവുന്നേന്ന്. എന്താണാവോ ഈ ഉണ്ണിയേട്ടന്റെ മനസ്സില്? പൊറുക്കണേ എന്റെ നാഗദൈവങ്ങളെ.
എന്താണാവോ ഇത്? ഇതെന്തിനാ ഉണ്ണേട്ടന്? മുത്തശ്ശിക്കറിയായിരിക്കും. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. രേണു, എന്താ ഇത്? എന്താ കുട്ടി കൊണ്ടുവന്നിരിക്കണത്? നാഗസേവ ചെയ്യുന്ന നാഗമടത്തെ ഇല്ലത്ത് നാഗങ്ങളെ കൊല്ലാൻ കൊണ്ടുവരുന്ന ഇപ്പല്ലി ആര് കൊണ്ടുവന്നു? മുത്തശ്ശി, എനിക്കറിയില്ലായിരുന്നത് എന്താന്ന്. ഉണ്ണേട്ടൻ കൊണ്ടെന്ന് ഒളിപ്പിച്ചു വെച്ചതാ. ഇതെന്താന്ന് മുത്തശ്ശിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ. എന്റെ ഈശ്വര, ഇവൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കണോ? തലതിരിഞ്ഞവൻ എങ്ങനെ തന്നവനാ? എന്റെ അമ്മായി, ഉണ്ണിക്കിത് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയെന്നോ? ഉണ്ണിയുടെ ചെയ്ത്ത് പല്ലി കൊണ്ടുവന്നിരിക്കണോ നാഗങ്ങളെ കൊല്ലാൻ. എന്റെ നാഗദൈവങ്ങളെ, ഈ കുട്ടിക്ക് ഇത് എങ്ങനെ തോന്നി? രേണു, എവിടെ അവൻ?